6 ലക്ഷം വിശ്വാസികളോടൊപ്പം ഫ്രാൻസിസ് പാപ്പ അർപ്പിച്ച വിശുദ്ധ കുർബാന. ഫ്രാൻസിസ് പാപ്പ തന്റെ ഇടയ സന്ദർശനത്തിലെ 3ാമത്തെ രാജ്യമായ കിഴക്കേ തിമോറിൽ പാദമൂന്നി. ഏഷ്യ, ഓഷ്യാന നാടുകളിൽ ഇടയ സന്ദർശനം നടത്തുന്ന ഫ്രാൻസിസ് പാപ്പ തന്റെ ഈ 45ാമത്തേതായ വിദേശ അപ്പസ്തോലിക യാത്രയുടെ 4 വേദികളിൽ 3ാമത്തേതായ ഈസ്റ്റ് തിമോറിൽ ഇന്നലെയാണ് എത്തിയത്. സെപ്റ്റംബർ 2 തിങ്കളാഴ്ച വൈകുന്നേരം യാത്ര ആരംഭിച്ച ഫ്രാൻസിസ് പാപ്പ ഇന്തോനേഷ്യ, പാപ്പുവ ന്യൂഗിനി എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചതിനു ശേഷമാണ് കിഴക്കൻ തിമോറിൽ എത്തിയിരിക്കുന്നത്. 11-ാം തീയതി ബുധനാഴ്ച വരെ പാപ്പ ഈസ്റ്റ് തിമോറിൽ ചിലവഴിക്കും. 2002-ൽ ഇന്തോനേഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം 21-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ പുതിയ പരമാധികാര രാഷ്ട്രമായി മാറിയതിനു ശേഷം കിഴക്കൻ തിമോർ സന്ദർശിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. 1989-ൽ ഇന്തോനേഷ്യൻ പ്രവിശ്യയായിരുന്നപ്പോൾ ഈസ്റ്റ് തിമോറിൽ അപ്പസ്തോലിക സന്ദർശനം നടത്തിയ ജോൺ പോൾ രണ്ടാമനാണ് ഇതിനു മുമ്പ് രാജ്യം സന്ദർശിച്ചത്. ഈസ്റ്റ് തിമോറിലെ 1.3 ദശലക്ഷം ജനങ്ങളിൽ 98% കത്തോലിക്കരാണ്. വാനിമോ കത്തീഡ്രലിന് മുന്നിലെ മൈതാനത്ത് പാപ്പ എത്തിയപ്പോൾ 20,000 പേരോളം തദ്ദേശീയർ പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. പ്രാദേശിക ജനതയോടുള്ള തന്റെ സ്നേഹത്തിന്റെ പ്രകടനമായി ആവശ്യമരുന്നുകളും വസ്ത്രങ്ങളും സ്കൂൾ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും സംഗീത ഉപകരണങ്ങളും പാപ്പ കൊണ്ടുവന്നിരുന്നു. തലസ്ഥാന നഗരിയിൽ നിന്നും 994 കിലോമീറ്റർ അകലെയുള്ള വനത്താലും സമുദ്രത്താലും ചുറ്റപ്പെട്ട വാനിമോയിലേക്ക് ഓസ്ട്രേലിയൻ വ്യോമസേനയുടെ C-130 വിമാനത്തിലാണ് മാർപ്പാപ്പ എത്തിയത്. ഇന്നലെ ചൊവ്വാഴ്ച നടന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിശുദ്ധ കുർബാനയർപ്പണം ദ്വീപിലെ കത്തുന്ന ഉച്ചവെയിലിനെ വകവയ്ക്കാതെ ഏകദേശം 6 ലക്ഷം കത്തോലിക്ക വിശ്വാസികളാണ് പേപ്പൽ ബലിയിൽ പങ്കെടുത്തത്.